എലിയുടെയും കോഴിയുടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി എങ്ങനെ മാറും? അല്ലെങ്കിൽ തന്നെ എലിയുടെ പ്രശ്നം എങ്ങനെ പശുവിൻ്റെ പ്രശ്നമാകും? ഒരു എലി നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. ഹായ്, ഞാൻ ഇന്നൊരു കഥ പറയുകയാണ്. ദർ വാസ് എ ഫാമർ ലിവ് ഇൻ ദ വില്ലേജ്. കർഷകനും ഭാര്യയും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് അവിടെ ഒരു എലി വില്ലനായിട്ട് വന്നു. എലിശല്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കർഷകനെ കമ്പൽ ചെയ്തുകൊണ്ടേയിരുന്നു ഒരു എലിപ്പെട്ടി വാങ്ങുന്നതിനെക്കുറിച്ച്. അവസാനം പൊറുതിമുട്ടി അദ്ദേഹം പോയി എലിക്കണി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വച്ചു. ആ എലിയെ പിടിക്കാനുള്ള ആവേശത്തോടു കൂടി ഭാര്യ ഇരിക്കുന്ന സമയത്ത് എലിക്ക് ഇത് കണ്ട് ടെൻഷനായി. എലി തൻ്റെ ദുഃഖം ചെന്ന് 3 പേരെടുത്ത് ഷെയർ ചെയ്തു. അവിടെ ബാക്കിയുള്ള കോഴി, ആട്, പശു. അപ്പം 3 പേരും റിജക്റ്റ് ചെയ്തു. പശു പറഞ്ഞു, എന്നെ ഒരിക്കലും പിടിക്കില്ല, കാരണം ഞാൻ ഒരിക്കലും എലിക്കണിയിൽ വീഴില്ല. അങ്ങനെ ഗതികെട്ട എലി പിൻവാങ്ങി വളരെ ദുഃഖിച്ചിരുന്നു. എന്നാൽ രാത്രിയോടുകൂടി എലിയെ പിടിക്കണമെന്നുള്ള ആവേശത്തോടുകൂടി കർഷകൻ്റെ ഭാര്യ കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രി സമയത്ത് ഒരു സൗണ്ട് കേട്ട് അടുക്കളയിലേക്ക് അവർ ഓടിച്ചെന്നു എലിയെ പിടിക്കാൻ വേണ്ടി. ആ സമയത്ത് അവരുടെ കാലിൽ എന്തോ കടിച്ചു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് അലറി വിളിച്ചു. കാര്യം അതൊരു പാമ്പായിരുന്നു. അവരുടെ വിളി കേട്ടുകൊണ്ട് കർഷകൻ ഓടിയെത്തുകയും പാമ്പിനെ അടിച്ചു കൊല്ലുകയും അവരെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വൈദ്യൻ പറഞ്ഞു, ഇതിനകത്ത് കോഴി രസായനം കൊടുക്കണം, എന്നാൽ മാത്രമേ മരുന്നിൻ്റെ കൂടെ വിഷവും മാറത്തുള്ളൂ. അതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, കോഴിയെ കൊന്ന് രസായനം വെച്ചു കൊടുത്തു. ഇവരെ അന്വേഷിച്ച് 2-3 ദിവസമായപ്പോൾ പല ബന്ധുക്കളും വന്നു തുടങ്ങി. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ആടിനെ കൊല്ലേണ്ടി വന്നു. നിർഭാഗ്യവശാൽ അവർ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അന്വേഷിച്ചു വന്നു. അവർക്കെല്ലാം ഫുഡിന് വേണ്ടി പശുവിനെയും കൊല്ലേണ്ടി വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് കർഷകൻ ഇവരുടെ നിര്യാണം മൂലം വളരെയധികം വിഷമിച്ച് മരണപ്പെട്ടു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ഈ കഥ മൗസ്ട്രാപ്പ് വേ എന്ന് പറയുന്ന ഒരു ബുക്കിനെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ പറഞ്ഞത്. മിസ്റ്റർ മനോജ് വാസുദേവനാണ് അതിൻ്റെ ഓതർ. അദ്ദേഹം പറയുന്നത് ലീഡർഷിപ്പ് ആംഗിളിൽ ഇതിനെ കണ്ടുകൊണ്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ആ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ പല സെമിനാറിൽ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, ഈ കഥയ്ക്ക് നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും? പല രീതിയിലാണ് ആൻസർ. ഒരു സ്ത്രീ പറഞ്ഞത്, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു ഫാർമർ. രണ്ടാമത് പറഞ്ഞത്, അവിടെ ഒരു ലൈറ്റ് ഇട്ടാൽ മതിയായിരുന്നു. മൂന്നാമത്തെ വേറൊരു സജഷൻ വന്നത്, ഒരു പൂച്ച ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എലിയുടെ ശല്യം ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് 18 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ലീഡർഷിപ്പ് ആംഗിളിൽ ഇതൊരു ഓർഗനൈസേഷനിലോ വീടിലോ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതെന്നെ ബാധിക്കുന്നതല്ല, അത് ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം അത് കണ്ടുകൊണ്ട് അതിനകത്തൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് പ്രോബ്ലം വരാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ? ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൻസർ എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു ചെറിയ പ്രോബ്ലം, സംബഡീസ് പ്രോബ്ലം, അവർ പ്രോബ്ലം എന്ന് ഒരു ഓർഗനൈസേഷനിലോ ഫാമിലിയിലോ ഒരു വ്യക്തി കരുതുകയാണെങ്കിൽ, ബാക്കിയുള്ള വ്യക്തികളും കരുതുകയാണെങ്കിൽ അതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇവിടെ എലി മരണപ്പെട്ടിട്ടില്ല, ബാക്കിയുള്ളവരെയാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണുകയാണെങ്കിൽ ലീഡർഷിപ്പ് ആംഗിളിൽ നിങ്ങൾ എന്ത് സജഷനായിരിക്കും എടുക്കുന്നത്? അത് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. നിങ്ങളെ കമൻറ്റുകൾ ഈ ചാനലിൻ്റെ താഴെ പ്ലേസ് ചെയ്യുക. വി ക്യാൻ ഡിസ്കസ്.